അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽഭാഗത്തേക്ക് കയറിപ്പോവുകയാണ്. ചെറിയ സമയത്തിനുള്ളിലാണ്, രാത്രി സമയമാണ്. പക്ഷേ മേൽപോട്ടെത്തിയാൽ പിന്നെ രാത്രിയും പകലും പറയാനില്ലല്ലോ. അതേ ഭൂമിയുടെ നിഴൽ ഒരു 500 കിലോമീറ്റർ അകലെ ഉണ്ടാവുകയില്ലല്ലോ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ അവിടെ രാത്രി പകല് പറയാനില്ലല്ലോ. ഇസ്രായിനെ കുറിച്ച് പറഞ്ഞപ്പോ അസ്റാ ബിഅബ്ദിഹി ലൈലൻ, രാത്രി എന്ന് തന്നെയാ പറഞ്ഞത്. മിറാജിനെ കുറിച്ച് പറഞ്ഞപ്പോ വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശാ മാ സാഖൽ ബസറു വമാ തഗാ. ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവിടെ അങ്ങനെ ഒരു പ്രത്യേക പ്രയോഗമൊന്നും പറഞ്ഞിട്ടില്ല. ഇരിക്കട്ടെ, മേൽപോട്ടേക്ക് പോകുന്നു. ആകാശലോകങ്ങളിലേക്കുള്ള യാത്രയാണ്. 1-ാം ആകാശത്തിന്റെ സമീപത്തെത്തുന്നു. അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തുറക്കാൻ ആവശ്യപ്പെടുന്നു. ആരാണെന്ന് അപ്പുറത്ത് നിന്ന് ചോദ്യം വരുന്നു. ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? ഞാനെന്നല്ല, വന്നാളെ പേരാ പറയേണ്ടത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീൽ എന്നാ പറഞ്ഞത്. നമ്മൾ ചില ആൾക്കാരുണ്ട്, വാതിൽ വന്ന് വിട്ടി അല്ലെ ബെല്ലടിച്ച് ആരാ ഞാന്, പിന്നെ രണ്ടാമത് ആരാ ഞാൻ തന്നെ, ഇങ്ങനെ ചില മറുപടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായി വിരോധിച്ചു ആ മറുപടിയെ. അങ്ങനെയല്ല പറയേണ്ടത്. ഞാൻ ഇന്നയാള് എന്ന് പറയണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാണ് ഞാൻ എന്നല്ല പറഞ്ഞത്. ജിബ്രീൽ ഓ നിങ്ങളെ കൂടെ ആരാ? അതിന്റെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സാധാരണ പോയി ചെയ്യുന്ന വഴിയല്ലേ. അവിടെ ഉണ്ടോ സാധാരണയായിട്ട് ഒരു ചോദ്യം? വേറൊരു ചോദ്യത്തിന് മറുപടി ആവശ്യമില്ലല്ലോ. കൂടെ ആരാ? അപ്പോൾ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയക്കപ്പെട്ടുവോ എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ടേക്ക് അയക്കപ്പെട്ടുവോ? അല്ലാതെ നിങ്ങൾക്ക് അല്ലാഹു തആല റസൂൽ നബിയെ അയച്ചതിൽ ആകാശ ലോകത്തൊക്കെ അറിയപ്പെട്ട കാര്യമല്ലേ. അപ്പൊ പിന്നെ ഇങ്ങോട്ടേക്ക് അയക്കപ്പെട്ടുവോ അതിനാ ചോദിച്ചത്. അത് ചോദിച്ചത് അറിയാഞ്ഞിട്ടൊന്നുമല്ല, അങ്ങനെ അറിയാഞ്ഞിട്ടായിക്കൊള്ളണം എന്നില്ല. പിന്നെന്തിനു ചോദിച്ചു? അതാ വിഷയം ഒന്ന് പറഞ്ഞൊന്ന് അത്ഭുതം കൂറാനാ. അങ്ങനെയുണ്ടല്ലേ നമ്മൾ സാധാരണയായി നമ്മളെ പരിപാടിയുടെ ഉദ്ഘാടനം, നമ്മളുടെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുണ്ട്. ഉദ്ഘാടനമൊക്കെ ആയോ? പിന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ഉദ്ഘാടനം നിശ്ചയിക്കുന്നത് ഉദ്ഘാടനം ആയിട്ടുണ്ട്. സാധാരണയാണ്. മരിച്ചിട്ട് ആണ്ട് പറയാൻ പോയി. ഞാനിവിടെ ആണ്ട് പറയാൻ വന്നതാ. ഒരാണ്ടായോ? ആണ്ടായി. അതെ. അപ്പൊ അതൊന്ന് പറഞ്ഞ് ഒന്ന് അത്ഭുതം കൂറാൻ വേണ്ടിയുള്ളൊരു പരിപാടി. അതുപോലെയാണ്. നബി അയക്കപ്പെട്ടുവോ? അയക്കപ്പെട്ടു. വാതിൽ തുറക്കപ്പെട്ടു. തുറന്നു എന്ന് പോകുമ്പോൾ നബി ആദം അലൈഹിസ്സലാമിനെ കാണുന്നു. സുബ്ഹാനല്ലാഹ്, ഉപ്പാപ്പയെ കാണുന്നു. ആദ്യത്തെ ബാപ്പയല്ലേ, 1-ാമത്തെ ആകാശത്ത് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ആദ്യത്തെ ബാപ്പ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം 1-ാമത്തെ ആകാശം. അധിക റിപ്പോർട്ടുകൾ നോക്കിയാൽ 7-ാമത്തെ ആകാശത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കാണാം. ഏറ്റവും ബഹുമാനമുള്ള നബി, ഏറ്റവും മേലെയുള്ള ആകാശത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ഉപ്പാപ്പ, ഏറ്റവും ബഹുമാനമുള്ള ആകാശത്തിൽ 7-ാമത്തെ ആകാശത്തിൽ. ഈ തലക്കും ഒരു പാപ്പ, മേലെയും ഒരു പാപ്പ. 2 ഉപ്പാപ്പമാർ ആകാശത്തിന്റെ 2 തലക്ക്, താഴെയും മേലെയും. അവിടെ ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടു. ഓ നബിയെ, ആദം നബിയാണ്, സലാം ചൊല്ലിക്കോളൂ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ശ്രദ്ധ അള്ളാഹുവിനെ കാണാനുള്ള ശ്രദ്ധയാണ്. ഉമ്മത്തുകളെ രക്ഷപ്പെടുത്തേണ്ട ശ്രദ്ധയാണ്. മുപ്പാപ്പയെ കണ്ടപ്പോ സലാം പറയാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിർദ്ദേശിക്കുകയാണ്. സലാം പറയുകയാണ്. ആദം നബി അലൈഹിസ്സലാം സലാം മടക്കുകയാണ്. മർഹബൻ ബിൽ ഇബ്നി സാലിഹ്, മർഹബൻ ബിൽ ഇബ്നി സാലിഹ്. അതേ, പറ്റിയ മോൻ തന്നെ, മേൽഭാഗത്തേക്ക് വരാൻ പറ്റിയ മോൻ തന്നെ, ഏറ്റവും നല്ല മകൻ തന്നെ. സ്വാഗതം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വാഗതം പറയാൻ പോയി നിന്നതാ.
ഉപ്പാപ്പ തന്നെ സ്വാഗതം പറയുകയാണ്. കാരണം ഉപ്പാപ്പയേക്കാൾ ബഹുമാനമുള്ള മോനാണ്. സ്വാഗതം പറയാൻ ഉപ്പാപ്പ തന്നെ പോയി നിന്നതാണ്. وقدمتك جميع الأنبياء والرسل تقديما مقدوم على خادمي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഗതം പറയുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലത് ഭാഗം തിരിഞ്ഞു നോക്കുമ്പോൾ ആദം നബി സന്തോഷിക്കുന്നു, ഇടത് ഭാഗം നോക്കുമ്പോൾ വിഷമിക്കുന്നു, ചിരിക്കുന്നു, കരയുന്നു എന്നർത്ഥം വരുന്ന വാചകം കാണാം ഹദീസിൽ. സുഹൃത്തുക്കളെ, വലത് ഭാഗത്തുള്ളതാരാണ്? അത് മോമിനീങ്ങൾ, സ്വർഗാവകാശികളാണ്. ഇടത് ഭാഗത്തുള്ളതാരാണ്? അതാ നരകാവകാശികളാണ്. അങ്ങനെ നരകവാസികളായ അവിശ്വാസികളുടെ റൂഹിന് ആകാശത്തിൽ കയറാൻ കഴിയോ എന്ന് സംശയിക്കേണ്ടതില്ല. അതെ, അത് ആദം നബി അലൈഹിസ്സലാമിന് ഇനി മേലിൽ ജനിക്കുന്ന അവിശ്വാസികളുടെ ആത്മാക്കളാകാം, അല്ലെങ്കിൽ അതിന് വേറെയും ചില വ്യാഖ്യാനങ്ങൾ പറഞ്ഞവരുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അവിടുന്ന് പിന്നെയും മേൽപോട്ട് പോകുന്നു. രണ്ടാമത്തെ ആകാശത്തിലെത്തുമ്പോൾ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ കാണുന്നു. നബിതങ്ങളുമായി ഏറ്റവും അടുത്ത റസൂലാണത്. മറ്റുള്ളവർ അതിന്റെയും അപ്പുറത്താണല്ലോ. രണ്ടാമത്തെ ആകാശത്തിൽ ഈസാ നബി അലൈഹിസ്സലാം നേരത്തെ പോയപ്പോൾ നടന്നതുപോലെ തന്നെ ചോദ്യവും മറുപടിയും സലാം പറയലും ഒക്കെ നടക്കുന്നു. പിന്നെ അതിന്റെ മൂന്നാമത്തെ ആകാശത്തിലെത്തുമ്പോ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേ അങ്ങനെ കാണുന്നു. അങ്ങനെ മേൽപോട്ട് പോകുമ്പോ ഓരോ നബിമാരെ കാണുന്നു. മൂന്നാമത്തെ ആകാശത്തിലും അതിനപ്പുറത്തുള്ള ആകാശത്തിലുമൊക്കെ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ടുണ്ട്. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട ആകാശമുണ്ട്. അതുപോലെ അതിനപ്പുറത്തുമുണ്ട്. യഹ്യാ നബി ഈസാ നബി ഒരേ ആകാശത്തിലാണെന്നും റിപ്പോർട്ടുകളിൽ ചിലത് പറയുന്നുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ പോയി ആറാമത്തെ ആകാശത്തിൽ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനെ കാണുന്നു. ആ മൂസാ നബിയുടെ ഖബർ പോകുന്ന വഴിക്ക് വെച്ച് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുമ്പോ സിയാറത്ത് ചെയ്തിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് നബിതങ്ങൾ കണ്ടിരുന്നു. കാരണം അതൊരു സാധാരണ മനുഷ്യനല്ലല്ലോ, അവിടുത്തെ കാഴ്ചയും സാധാരണയല്ലല്ലോ. അതിൽ പറഞ്ഞാൽ ഖബറിൽ നിസ്കരിക്കുന്നത് നബിതങ്ങൾ കണ്ടിരുന്നു. അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ഖബറിൽ നിന്ന് കാണുന്നവരുണ്ട്, ഖബറിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്. അത് മുഅ്ജിസത്തുള്ള അമ്പിയാക്കൾക്ക് അത് സംഭവിക്കുന്നു, കറാമത്തുള്ള ഔലിയാക്കൾക്കും സംഭവിക്കുന്നു. അതാണല്ലോ തബാറക സൂറത്ത് ഖബറിൽ നിന്ന് ഓതുന്നത് കേട്ടത്. സഹാബികളിൽ ഒരു മഹാനാണ് നബിതങ്ങളോടത് പറഞ്ഞപ്പോ തബാറക സൂറത്ത് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണെന്ന് അവിടുന്ന് പറഞ്ഞല്ലോ. ഖബറിലുള്ളത് നീ കേൾക്കൂല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നബിതങ്ങളെ കൂടെ നടന്നപ്പോൾ അവർക്കുണ്ടായ കറാമത്താണത്. ഇതുപോലെ ഖബറകത്തുസ്താദേ കുറവാക്കി കണ്ടാരെ ഖബറിങ്കല് നിന്നിട്ട് നീക്കിച്ചി വെച്ചോവർ. ഗൗസുൽ-ആദമിന്റെ കറാമത്ത് കേട്ടില്ലേ? ഖബറിലുള്ള കാര്യം കാണുകയാണ്, ഇടപെടുകയാണ്. അങ്ങനെയുമുണ്ടല്ലോ. ഇരിക്കട്ടെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നത് കണ്ടത് വേറെ ഹദീസിലുണ്ടല്ലോ. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാമെ നേരിട്ട് നിസ്കരിക്കുന്നതാണ് കണ്ടത്. മറർത്തു ലൈലത ഉസ്രിയ ബി, ഞാൻ നടന്നല്ലോ, എനിക്ക് ഇസ്റാ നടന്ന രാത്രിയിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമീപത്തൂടി ആ മൂസാ നബി അതാ ഖായിമുൻ യുസല്ലി ഫിൽ ഖബരി, ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. ഖബറിൽ നിസ്കാരം നിർബന്ധമില്ല, സുന്നത്തില്ല. പക്ഷേ മഹാന്മാർക്ക് ഖബറിൽ വെച്ച് നിസ്കരിക്കൽ വലിയ സന്തോഷമാണ്. അവിടെ ഖുർആൻ ഓതൽ സന്തോഷമാണ്, സൽക്കർമ്മം ചെയ്യൽ സന്തോഷമാണ്. ആ സന്തോഷത്തിൽ അവരിങ്ങനെ ആനന്ദിക്കുകയാണ്. ഇരിക്കട്ടെ, മൂസാ നബിയെ ആറാമത്തെ ആകാശത്തിൽ വെച്ചും കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, മരണപ്പെട്ടു പോയ അമ്പിയാക്കൾക്ക്
അതാ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ കഴിയുമെന്നും അവർ ഈ ഭൂമിലോകത്ത് വന്ന് നിസ്കരിക്കുന്നുവെന്നും അവര് ഖബറിൽ വെച്ച് നിസ്കരിച്ചുവെന്നും അവരാകാശത്തിലേക്ക് യാത്ര ചെയ്യാൻ അവർക്ക് കഴിഞ്ഞുവെന്നുമൊക്കെ ഈ ഹദീസുകളിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോ അവിടുത്തെ ഭംഗിയെക്കുറിച്ച് നബിതങ്ങൾ പ്രത്യേകം വിവരിക്കുകയാണ്. അപ്പോൾ നബിതങ്ങൾ പോയത് ശരീരത്തോടുകൂടിയാണെന്ന് മാത്രമല്ല, കണ്ടതും ശരീരത്തോടെയാണെന്നല്ലേ ഗ്രഹിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ യൂസുഫ് നബിയുടെ ഭംഗിയെക്കുറിച്ച് എന്ത് പറയാനാ? ഇരിക്കട്ടെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണുകയാണ്. വഫാത്തായി പോയ മഹാന്മാർക്ക് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കൊടുക്കുന്നതിന് അതിലും കണക്കുമില്ലെന്ന് റബ്ബ് പറഞ്ഞതല്ലേ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അങ്ങനെ ഉപരിമണ്ഡലത്തിൽ കണ്ടു. ആറാം ആകാശത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനെയും കണ്ടു. എല്ലാവരും ആശംസകൾ അർപ്പിച്ചു. മർഹബൻ ബില്ലഖി സ്വാലിഹി വന്നബിയ്യി സ്വാലിഹ്, ഉപ്പാപ്പമാരാകുമ്പോ ബിലിബിനി സ്വാലിഹി വന്നബിയ്യി സ്വാലിഹ്, അങ്ങനെ ആശംസകളൊക്കെ അർപ്പിച്ചു. അങ്ങനെ ഞാൻ സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്തെത്തിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മുൻതഹ അങ്ങേയറ്റം, അവിടെ അതാ അത്ഭുതങ്ങളാണ്. ആരും അതിനപ്പുറം കയറി പോകുന്നില്ല. ഇപ്പുറത്തേക്ക് ഇറങ്ങുന്നത് അവിടെയാണ്, ഇപ്പുറത്തുനിന്ന് കയറി പോകുന്നത് അവിടെ തങ്ങുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണത്. അവിടെ ഒരു മരം, ആ മരം അത്ഭുതകരമായ മരമാണ്. അതിന് കളറുകളും അതുപോലെ വർണ്ണങ്ങളും ലൈറ്റുകളും ഒക്കെ കൊടുത്ത് നബിതങ്ങൾ വരുന്ന വകയിൽ, ഹബീബിന്റെ വരവിന്റെ വകയിൽ അതാ അവിടെ അലങ്കരിച്ചിരിക്കുകയാണ്. ആ അലങ്കാരമൊക്കെ അവിടെയുണ്ട്. ആ മരത്തിന്റെ കായ വലിയ പീപ്പ പോലെ, ജാടി പോലെ, യമനിലെ ജാടി പോലെ, ആ ഹജറിലെ ജാടി പോലെ, പീപ്പ പോലെ എന്ന് നബി നിങ്ങൾ പറയുകയാണ്. മരത്തിന്റെ ഇലകൾ ആനയുടെ ചെവി പോലെ എന്നവിടുന്ന് പറയുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള സ്ഥലത്തും അതിനപ്പുറവും പോവുകയാണ്. ഹത്താലി ബഹരിന്നൂരി ജിബിരീലുൽ വഖഫ്, ജിബിരീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും കൂടി പോകാൻ കഴിയാത്ത സ്ഥലത്തേക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ്. അവസാനം അല്ലാഹുവുമായി സംഭാഷണം നടക്കുകയാണ്. അള്ളാഹു നിശ്ചയിച്ച സ്ഥലങ്ങളിൽ നബിതങ്ങൾ പോയി എന്നല്ലാതെ അള്ളാഹു സ്ഥലകാൽ അതീതനാണല്ലോ, അവനൊരു സ്ഥലത്തുമല്ലല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ പോക്കിൽ സ്വർഗവും നരകവും ഒക്കെ കാണുകയാണ്. അവിടെ പലരെയും കാണുകയാണ്. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി പോകുന്ന പോക്കിൽ സ്വർഗത്തിൽ പലരെയും കാണുന്നു, നരകത്തിൽ പലരെയും കാണുന്നു. അങ്ങനെ പലതും കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരു ദിവസം നബിതങ്ങൾ കരയുന്നു, വല്ലാത്ത കരച്ചിൽ. ആ കരച്ചിൽ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരച്ചിൽ കണ്ട് ഫാത്തിമ ബീവിക്ക് വല്ലാത്ത പ്രയാസം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത പ്രയാസം. കരച്ചിൽ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് നബിയേ ഇങ്ങനെ അവിടുന്ന് കരയാൻ മാത്രം എന്ത് സംഭവിച്ചു? സുബ്ഹാനല്ലാഹ്, അവിടുന്ന് പറഞ്ഞില്ലേ കരയാൻ കാരണം ഞാൻ ആകാശലോകത്തേക്ക് ഇസ്രായിന് പോയ, അതെ, എന്നെ ഇസ്രായിൽ നടത്തി ആകാശലോകത്തേക്ക് എന്നെ കൊണ്ടുപോയപ്പോൾ എന്റെ ഉമ്മത്തിലുള്ള ചില സ്ത്രീകളെ കണ്ടപ്പോ, അവരുടെ ശിക്ഷയും വിഷമവും കണ്ടപ്പോ ഞാൻ കരഞ്ഞു പോവുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. സുഹൃത്തുക്കളെ, യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള അവൻ പൊരുത്തപ്പെട്ട മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഇസ്രാ മിഅ്റാജിന് വേണ്ടി പോയി. ആ പോയ പോക്കിൽ കണ്ട വിഷയങ്ങൾ, അതിലൊരു സംഭവം അവിടുന്ന് പറയുകയാണ്. അതേ, ഞാൻ കുറെ സ്ത്രീകളെ വല്ലാതെ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടു. എന്താണ് ഞാൻ കണ്ട ശിക്ഷ? അത് വലിയ ശിക്ഷയാണ്. ഒരു സ്ത്രീയുടെ മുടി, ആ മുടി കൊണ്ടവളെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. ആ മുടി കൊണ്ട് പിടിച്ചു കെട്ടിയിട്ടുണ്ട്. അവളുടെ തലച്ചോറിങ്ങനെ തിളച്ചു മറിയുന്നുണ്ട്. വേറൊരു സ്ത്രീയുടെ നാവ് കൊണ്ടാണ് പിടിച്ചു കെട്ടിയത്. അവളുടെ തലയിലേക്ക് വളരെ ചൂടുള്ള വെള്ളം ഇങ്ങനെ ഒഴിക്കപ്പെടുന്നുണ്ട്. വേറെ ഒരു സ്ത്രീ അവളുടെ സ്തനങ്ങൾ മുഖേന ആ സ്തനങ്ങളിലേക്ക് കാല് പിടിച്ചു കെട്ടിയിട്ടുണ്ട്. കൈ പിടിച്ച് മൂർധാവിലേക്കും പിടിച്ച് കൂച്ചിക്കെട്ടിയിട്ടുണ്ട്. അവളുടെ മേൽ പാമ്പുകളും തേളുകളും വന്നിങ്ങനെ കൊത്തുന്നുണ്ട്. വേറൊരു സ്ത്രീയെ ഞാൻ കണ്ടു. അവളുടെ സ്തനങ്ങൾ നീട്ടി സ്തനങ്ങൾ കൊണ്ട് തന്നെ അവളെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. വേറൊരു സ്ത്രീയെ ഞാൻ കണ്ടു. തല പന്നിയുടെ കോലമാണ്, ശരീരം കഥാ കഴുതയുടെ കോലമാണ്. ഒരുപാട് ശിക്ഷകളാണ് അവൾക്ക്. ഞാൻ വേറെ ഒരു സ്ത്രീയെ കണ്ടു. നായയുടെ കോലമാണ്. അവളുടെ വായിലൂടെ തീ കടന്ന് മലദ്വാരത്തിലൂടെ പുറത്തു പോവുകയാണ്. മലക്കുകൾ അവളെ വലിയ ദണ്ട് കൊണ്ടടിക്കുകയാണ്. ഇത്രയും പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചുപോയി, യാ ഹബീബി വഖുറത ഐനി, ഓ ഹബീബേ, എന്റെ കൺകുളിർക്കുന്ന പിതാവേ, എന്താണ് ഈ സ്ത്രീകൾ ചെയ്തു പോയ തെറ്റ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, എന്റെ കുഞ്ഞുമോളെ, ആദ്യം ഞാൻ പറഞ്ഞ തല മുടി കൊണ്ട് പിടിച്ചു കെട്ടിയിട്ട് അതാ ശിക്ഷിക്കുന്ന പെണ്ണില്ലേ, തലമുടി മറക്കാതെ അന്യപുരുഷന്മാരെ മുന്നിലിറങ്ങുന്ന പെണ്ണാണ്. തലമുടി മറക്കണമെന്ന ബോധമില്ലാത്ത സ്ത്രീകളില്ലേ, ഒരു വകുപ്പുമില്ല കേട്ടോ നിങ്ങളെ മുടി മറ്റുള്ളവർക്ക് കാണിക്കാൻ, മറ്റുള്ളവർക്ക് നോക്കാൻ. അതുകൊണ്ട് തന്നെ തല മറച്ചിരിക്കണം, നിർബന്ധമാണ്. രണ്ടാമതായി, ഞാൻ നാവ് കൊണ്ട് പിടിച്ചു കെട്ടിയ ഒരു പെണ്ണെന്ന് പറഞ്ഞില്ലേ, അവളിങ്ങനെ അവളെ ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്. ഭർത്താവിന്റെ നാവ് കൊണ്ട് പറഞ്ഞ് ശല്യപ്പെടുത്തുന്ന പെണ്ണാണ്. ഞാൻ മൂന്നാമതായി, അതാ അവളുടെ മുല കൊണ്ട് പിടിച്ചു കെട്ടി എന്ന് പറഞ്ഞില്ലേ, അവളതാ അവളുടെ ശരീരം മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കുന്ന, അനുവദിച്ചു കൊടുക്കുന്ന ഭർത്താവിന്റെ വിരിപ്പിൽ മറ്റുള്ളവരെ പ്രവേശിപ്പിക്കുന്ന പെണ്ണാണ്. കാല് മുലയിലേക്കും കൈകൾ മുർദാവിലേക്കും അതാ പിടിച്ചു കെട്ടി പാമ്പും തേളും കുത്തുന്നു എന്ന് പറഞ്ഞില്ലേ. ജനാപത്തുണ്ടായിട്ട് കുളിക്കാത്ത പെണ്ണാണ്. ഹൈലുണ്ടായിട്ട് കൃത്യമായി കുളിച്ച് നിസ്കരിക്കാത്ത പെണ്ണാണ്. നിസ്കാരം കൊണ്ട് പരിഹസിക്കുകയും നിസ്കാരം കൃത്യമായി നടത്തുകയും ചെയ്യാത്ത പെണ്ണാണ്. പിന്നെയോ പന്നിയുടെ കോലമെന്ന് പറഞ്ഞില്ലേ, തല കഴുതയുടെ രൂപമെന്ന് പറഞ്ഞില്ലേ, ഉടല്. അവളിങ്ങനെ ഏഷണി പറയുന്ന പെണ്ണാണ്. ധാരാളം കള്ളം പറയും, മറ്റുള്ളവരെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി നമീമത്ത് പറയും. അങ്ങനെയുള്ള സ്ത്രീയാണ്. അതേ, നായയുടെ കോലം പറഞ്ഞില്ലേ, അവളുടെ വായിലൂടെ തീ കടന്നിട്ട് മലദ്വാരത്തിലൂടെ പുറത്തു പോകുന്നുവെന്ന് പറഞ്ഞില്ലേ, അവളതാ മറ്റുള്ളവരോട് അസൂയ വെക്കുകയും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അത് എടുത്തു പറയുകയും കൊടുത്താൽ എടുത്തു പറയുകയും ചെയ്ത് കിട്ടിയവർ വാങ്ങിയവരെ ശല്യം ചെയ്യുന്ന പെണ്ണാണ്. ഓ മോളെ ഫാത്തിമ, ഭർത്താവിനെ ധിക്കരിക്കുന്ന പെണ്ണിനാണ് നാശം. സ്വന്തം മകളോട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ഗീബത്തും നമീമത്തും പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന നാവില്ലയോ, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് വിഷയങ്ങളില്ലയോ, അതെല്ലാം ശിക്ഷകൾക്ക് വിധേയമാക്കുന്ന ഒരുപാട് രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു അത് നമ്മിൽ നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല എല്ലാ നന്മകളും വർദ്ധിപ്പിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കഴിഞ്ഞ് അതാ ചുരുങ്ങിയ സമയം കൊണ്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ ഉമ്മത്തിന് അല്ലാഹു തആല കൊടുത്ത വലിയ സമ്മാനമാണ്.
നമ്മളൊരു വലിയ നീണ്ട യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സ്നേഹിക്കുന്ന മക്കൾക്ക് വല്ലതും കൊണ്ട കൊടുക്കൂലേ? അള്ള ക്ഷണിച്ചു വരുത്തിയ യാത്രയല്ലേ? ഉമ്മത്തിന് കാലകാലം ഉപകരിക്കുന്ന വല്ലതും കൊടുത്തേക്കല്ലേ? അങ്ങനെ കൊടുത്തയച്ചത് 50 നേരത്തെ നിസ്കാരം. വരുമ്പോൾ 6ാമത്തെ ആകാശത്തിൽ മൂസാ നബി അലൈഹി സ്വലാം ഇടപെടുകയാണ്. മൂസാ നബിയുടെ ഖബറും സിയാറത്ത് ചെയ്തു നടത്തിയ യാത്രയാണല്ലോ. അപ്പോൾ ഈ യാത്രയിൽ നല്ല വിജയത്തോടെ സന്തോഷത്തോടെ തിരിച്ചേക്കണമെന്ന് മൂസാ നബി അലൈഹി സ്വലാമിന് ചിന്തയുണ്ടാവുക സ്വാഭാവികമാണല്ലോ. എന്റെ ഖബറും സിയാറത്ത് ചെയ്തു നടത്തിയ യാത്രയല്ലേ? മൂസാ നബി ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, ചുരുക്കിത്തരാൻ പറയണം, ഉമ്മത്തിന് കഴിയില്ല, ഞാൻ മുമ്പ് പരിശോധിച്ചതാണ്. തിരിച്ചു പോവുകയാണ്. അള്ളാഹ് നിശ്ചയിച്ച സമയത്തേക്ക് 9 പ്രാവശ്യം 5 നേരത്തെ നിസ്കാരം ചുരുക്കുകയാണ്. 5 നേരത്തെ നിസ്കാരത്തിന് 50ന്റെ പ്രതിഫലം ഒരൽപ്പവും കുറയാതെ, 50 നേരത്തെ നിസ്കാരം ഒരൽപ്പവും പ്രതിഫലം കുറയാതെ 5 നേരം കൊണ്ട് തന്നെ കൊടുത്തുകൊണ്ട് അല്ലാഹു തആല വലിയ സമ്മാനവുമായി അയക്കുകയാണ്. അങ്ങനെ കിട്ടിയ ഒരേ അമല് മാത്രമേ ഉള്ളൂ. മറ്റുള്ള സകാത്തോ നോമ്പോ ഹജ്ജോ ഷഹാദത്തു കലിമയോ 4 ഇസ്ലാം കാര്യങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങോട്ട് വന്ന് തന്നതാണെങ്കിൽ ഹബീബിനെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തി കൊടുത്ത ഇബാദത്ത് അത് നിസ്കാരമാണ്. സഹോദരിമാരെ, സഹോദരന്മാരെ, ആ നിസ്കാരം 5 നേരത്തെ നിസ്കാരവും കൊണ്ട് ഹബീബായ നബി തങ്ങൾ തിരിച്ചു വരികയാണ്. രാവിലത്തെ സുബിഹി അന്നത്തെ സുബിഹി നിർബന്ധമാക്കിയിട്ടില്ല. കാരണം നിസ്കാരം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പഠിപ്പിക്കുന്നത് ളുഹർ മുതൽക്കാണ്. പഠിക്കാതെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അമലിനേക്കാൾ വലുത് പഠനമാണ്. മുതഅല്ലിമീങ്ങളെ, അമലിനേക്കാൾ വലുത് പഠനമാണ്. സബക്കും മുടക്കി സിയാറത്തിന് പോകരുത്, സബക്കും മുടക്കി ടൂറിന് പോകരുത്. അമലിനേക്കാൾ വലുതാണ് ഇൽമ്. അതുകൊണ്ട് തന്നെ അന്ന് രാവിലത്തെ സുബിഹി നിർബന്ധമാക്കിയിട്ടില്ല, കാരണം പഠിപ്പിച്ചിട്ടില്ല. ളുഹർ മുതൽക്ക് നിസ്കാരം പഠിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്, നിസ്കാരം പഠിപ്പിക്കുകയാണ്. പക്ഷേ ഇസ്രാ മിഅ്റാജ് നടന്ന വിവരം സമൂഹത്തോട് പറഞ്ഞപ്പോ ഏറ്റവും സന്തോഷിച്ചത് അബൂജഹലാണ്. അബൂജഹൽ സന്തോഷിച്ചത് എന്തിനാ? ഇതുവരെ മുഹമ്മദിനെ തകർക്കാൻ കഴിഞ്ഞില്ല, ഇതോടുകൂടെ തകർക്കാമെന്ന സന്തോഷമാണ്. അങ്ങനെയല്ലേ ചിലര്, അവർക്ക് നല്ലത് കിട്ടിയാലും അതുകൊണ്ട് തകർക്കാൻ കഴിയുമെന്നാണ് വിചാരം. അങ്ങനെയാണ് തകർക്കാൻ ഉദ്ദേശിച്ചത്. നബിതങ്ങളെ വിശ്വസിക്കുന്ന അബൂബക്കർ അലി റളിയല്ലാഹു അൻഹുവിനെ അടക്കം തിരിച്ചു കളയാമെന്ന ധാരണയിലാണ് അബൂജഹൽ. അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പോയി പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ അതൊരു വല്ലാത്ത ഈമാനാണ്. മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. അതാണ് അബൂബക്കർ സിദ്ദീഖ്. വല്ലാത്ത സത്യമാക്കുന്ന സത്യവാനാണത്. സുബ്ഹാനല്ലാഹ്. നബി തങ്ങളോട് ചോദിക്കുന്നു, നബി തങ്ങളത് പറഞ്ഞപ്പോ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അള്ള പറഞ്ഞേച്ച ആളാണെന്ന് ഞാൻ തുറന്ന് പ്രഖ്യാപിച്ചതല്ലേ, മനസ്സിൽ ഉറപ്പിച്ചു. എങ്കിൽ പിന്നെ ഇതൊക്കെയും സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന റബ്ബിന് അവന്റെ അടിമയായ നബിക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരു പ്രയാസമുണ്ടോ? പക്ഷേ അവിടെ അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അബൂജഹൽ നിഷേധിച്ചല്ലോ, ശത്രുക്കൾ നിഷേധിച്ചല്ലോ. അപ്പൊ നമുക്ക് ഉറപ്പായി അല്ലാഹുവിന്റെ റസൂലിന് നടന്ന ഇസ്റാഉം മിഅ്റാജും അതൊരു കേവല സ്വപ്നമല്ല എന്നത് അബൂജഹലിനും കൂടി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അബൂജഹൽ നിഷേധിച്ചത്. സ്വപ്നമാണെങ്കിൽ അബൂജഹൽ നിഷേധിക്കാൻ പോവോ? ഞാനിങ്ങനെ കനാ കണ്ടു എന്ന് പറഞ്ഞാൽ അതിനാർക്കാണ് ഇവിടെ പ്രശ്നം? അപ്പൊ സ്വപ്നമല്ല എന്നത് അബൂജഹലിനടക്കം ഈ പറഞ്ഞത് സ്വപ്നമാണെന്നല്ലെന്ന് അബൂജഹലിനടക്കം മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ പോയ പുത്തൻവാദികളെ കാര്യം അബൂജഹലിനെക്കാണ് ജഹാലത്താണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്യുകയാണവർ. നിങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ പോയെങ്കിൽ അതിനെത്ര ഡോറുണ്ട്, അതിനെത്ര ജനലുണ്ട്, അതിന്റെ കവാടം എവിടെയുണ്ട്? ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് മസ്ജിദുൽ അഖ്സയുടെയും നബി തങ്ങളുടെയും ഇടയിലുള്ള മറയങ്ങ് നീക്കിയിട്ട് നേരെ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്.
അവിടെ കഅബയുടെ സമീപത്തിരുന്നിട്ട് മസ്ജിദുൽ അഖ്സ നോക്കി നബി തങ്ങൾ ഓരോന്നോരോന്ന് ചോദിക്കുന്നതനുസരിച്ച് മറുപടി നൽകുകയാണ്. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നടന്ന ഈ ഇസ്റാ മിഅ്റാജ് നടന്ന മാസമാണ് റജബ്. അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അള്ളാഹുമായുള്ള സംഭാഷണം കഴിഞ്ഞു വന്ന നബി തങ്ങൾ നമുക്ക് ആ സംഭാഷണത്തിന്റെ സ്ഥാനത്ത് നൽകിയ നിസ്കാരം, അതിൽ നിർബന്ധമായ 5 നേരത്തെ നിസ്കാരം, ആ നിസ്കാരം തുടക്കം തന്നെ ദിക്റാണ്. ആദ്യം തന്നെ നിയ്യത്താണ്, നിയ്യത്തോടെ ദിക്റാണ്. പിന്നീട് ഖുർആനോത്താണ്. അതേ, അതിനു മുമ്പ് വജ്ജഹ്തു നല്ലതാണ്. അത് പെരുന്നാൾ നിസ്കാരത്തിൽ പോലും സുന്നത്താണ്. ഇരിക്കട്ടെ, പിന്നെ ഫാത്തിഹ ഓതലാണ്. അത് കഴിഞ്ഞ് പിന്നെയും ഖുർആൻ ഓതുകയാണ്. ദിക്റും തസ്ബീഹും ചൊല്ലുകയാണ്. ശരീരം കൊണ്ട് പല പ്രവർത്തനവും നടക്കുകയാണ്. മിഅ്റാജിന് പോയ സമയത്ത് പല ആകാശങ്ങളിലും റുകൂഇൽ തന്നെയുള്ള മലക്കുകളെ കണ്ടിട്ടുണ്ട്, സുജൂദിൽ തന്നെയുള്ളവരെ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഈ നിസ്കാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സംഭാഷണ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് പടച്ചവന് കാഴ്ചവെച്ചിരുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി തങ്ങൾക്ക് ഇങ്ങോട്ട് സമാധാനത്തിന്റെ സന്ദേശം അല്ലാഹു തആല ഇങ്ങോട്ടും കൊടുത്തിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി പടച്ചവനോട് സമാധാനം ചോദിച്ചു വാങ്ങിയിരുന്നു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സുഹൃത്തുക്കളെ, സ്ലിപ്പ് കിട്ടുമ്പോൾ ഒന്ന് വാങ്ങണം. അത് പിന്നീട് നിങ്ങൾ പൂരിപ്പിക്കണം. വേണ്ടതെല്ലാം ചെയ്യണം. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നതാ അങ്ങോട്ട് അള്ളാഹുവിനോട് ഈ ഉമ്മത്തിന്റെ സമാധാനം ചോദിക്കുവാങ്ങുന്നു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇതെല്ലാം അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്തോട് അറിയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ഇല്ലെങ്കിലും അവിടത്തേക്ക് അവിടെ പ്രവേശനമില്ലല്ലോ. ആ ജിബ്രീൽ അലൈഹിസ്സലാം അപ്പോഴങ്ങ് പറഞ്ഞുപോയി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതടക്കം ഉൾക്കൊണ്ടിട്ടാണല്ലോ നിസ്കാരത്തിന്റെ അത്തഹിയ്യാത്ത്. ആ തഹിയ്യാത്തിൽ അതാ കഴിയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുണ്ടല്ലോ. നിസ്കാരത്തിൽ മദീനയിൽ കിടക്കുന്ന നേതാവിനെ അനുയായിക്കൊന്ന് വിളിക്കാനുണ്ടല്ലോ. സമാധാനത്തിന്റെ സന്ദേശം പറയാനുണ്ടല്ലോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. അപ്പോഴാ സലാം അവിടുന്ന് കേൾക്കുന്നുണ്ടല്ലോ, സലാം മടക്കുന്നുണ്ടല്ലോ. കാരന്തൂരിലും പരിസരങ്ങളിലുമുള്ള ഉമ്മമാരെ സുബഹിന്റെ സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബി പറഞ്ഞ ഉമ്മാമ സലാം ചൊല്ലിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ കേട്ടുപോയി, അറിഞ്ഞുപോയി. അവിടുന്ന് ഇങ്ങോട്ട് സലാം മടക്കിപ്പോയി. അതേ സമയത്ത് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മുസ്ലിമേ, ആ നേതാവിന് രാവിലെ തന്നെ സന്ദേശം പറയാനുള്ള അവസരം നിനക്ക് നഷ്ടപ്പെട്ടില്ലേ? നീ നഷ്ടപ്പെടുത്തിയില്ലേ? അവിടുത്തെ ഇങ്ങോട്ട് സമാധാനത്തിന്റെ സന്ദേശം പറഞ്ഞ് നിനക്ക് സമാധാനം ലഭിക്കുന്നതും നീ നഷ്ടപ്പെടുത്തിയില്ലേ? അതില്ലാതെ 5 വക്ത് കൃത്യമായി നിസ്കരിച്ച് ഈ മിഅ്റാജ് ഇസ്റാഇനെ സംബന്ധിച്ച് സംസാരിച്ച വേദിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോ ജീവിതത്തിൽ ഒരു നിസ്കാരം കളാക്കുകയില്ലെന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ തിരിച്ചു പോകരുത് കേട്ടോ. ചിലരുണ്ട് സാന്ത്വന പ്രവർത്തനത്തിൽ വളരെ ജോറാണ്, SYS വളരെ സജീവമാണ്, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ ജോറാണ്, SSF കൊടി പിടിക്കാൻ ഉഷാറാണ്, ആണ്ടും നേർച്ചയും സമ്മേളനവും ഒക്കെ നല്ല പ്രവർത്തനമാണ്. പക്ഷേ സുബ്ഹി ഖളാക്കി കളിയും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാ നേതാക്കൾക്കും നേതാവായ നബിതങ്ങൾക്ക് സലാം പറയാൻ പറഞ്ഞ സമയത്ത് സലാം പറയാതെ കിടന്നുറങ്ങിയാൽ പിന്നെ നിനക്ക് നേതൃത്വത്തോടെ എന്ത് ബന്ധമാണ്? ഹബീബായ നബിയുമായിട്ട് എന്ത് ബന്ധമാണ്? നീ സിയാറത്തിന് പോയാലും ശരി, നീ ഏത് സൽക്കർമ്മത്തിന് പോയാലും ശരി, ഹബീബായ നബിതങ്ങൾക്ക് സലാം പറയാൻ ആവശ്യപ്പെട്ട സമയം
സലാം പറയാത്ത നീ അകന്നു പോയില്ലേ? റബ്ബുമായും അകന്നില്ലേ? ഹബീബുമായും അകന്നില്ലേ? അതുകൊണ്ടോ ചെറുപ്പക്കാരെ, ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരം ഖളാഖില്ലെന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ മടങ്ങിപ്പോകരുത് കേട്ടോ. റജബ് മാസമായതിനു ശേഷം ഈ വിഷയങ്ങളെ കുറിച്ച് ചെറിയ സൂചന, ഇത്ര വിശദമായി എവിടെയും പറഞ്ഞില്ല, ചെറിയ സൂചന ഞാൻ പറഞ്ഞപ്പോ ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് നിസ്കാരം ഒരുപാട് ഖളായി പോയി ഉസ്താദേ, ഞാൻ അതെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഖളാ വീട്ടിയേ പറ്റൂ, പരമാവധി സമയം ഉപയോഗിച്ച് ഖളാ വീട്ടിയേ പറ്റൂ, റബ്ബിനോട് കരഞ്ഞ് പറഞ്ഞേ പറ്റൂ. യജമാനനായ റബ്ബിന്റെ മുമ്പ് ചെല്ലുമ്പോ ഹബീബായ നബിക്ക് സലാം പറയാൻ പറഞ്ഞ സമയത്ത് സലാം പറയാത്തവനായി, സ്വലാത്ത് പറയാൻ നിർബന്ധമാക്കിയ സമയത്ത് സ്വലാത്ത് ചൊല്ലാത്തവനായി അങ്ങ് ചെന്നാൽ നമുക്കെങ്ങനെ അവിടുത്തെ റെക്കമെന്റ് കിട്ടുമെന്നാലോചിക്കണ്ടേ? അവിടുത്തെ മുന്നിലേക്ക് എങ്ങനെ ചെല്ലുമെന്നാലോചിക്കണ്ടേ? അതുകൊണ്ട് ജീവിതത്തിൽ വല്ല നിസ്കാരവും ഖളായവരുണ്ടെങ്കിൽ അതൊന്ന് ഖളായി വീട്ടണേ, റബ്ബിനോട് കരഞ്ഞു പറയണേ. നിസ്കാരം കൃത്യമായി നിസ്കരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കണേ. പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ സർവ സദസ്സുകളും ഈ സദസ്സും നീ ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണം റഹ്മാനെ. ഈ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് ഇൽമു പറഞ്ഞു തന്ന ഒരുപാട് ഗുരുവര്യന്മാർ, മറ്റ് സമയങ്ങളിൽ മദ്രസ മുതൽ പഠിപ്പിച്ചപ്പോൾ ഇൽമു പറഞ്ഞു തന്ന ഒരുപാട് ഉസ്താദുമാർ ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ കണ്ടിരുന്ന പലരെയും ഇപ്പോൾ കാണുന്നില്ല, ഓഫീസിലുള്ള പലരെയും ഇപ്പോൾ കാണുന്നില്ല, അങ്ങനെ പലരെയും കാണുന്നില്ല. എല്ലാവരുടെ ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ബാപ്പമാര് ബന്ധപ്പെട്ടവർ പലരും മരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ശിഷ്യന്മാരും സ്നേഹിച്ചവരും സഹായിച്ചവരും മരിച്ചവരുണ്ട്. എല്ലാവരുടെ ഖബറിലും ഈ സന്തോഷം നൽകണേ അല്ലാഹ്. ഈ മാസത്തിൽ വിട പറഞ്ഞ ഹാജയും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുമാ മഹാന്മാര് പലരുമുണ്ട്. അവരുടെ ഒക്കെ ഖബറിൽ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ നമ്മുടെ ഉമ്മ ബാപ്പമാര് വരെ, കുടുംബങ്ങൾ വരെ, നാളെ എന്റെ ഉമ്മയുടെ ആണ്ടുമാണ്. അല്ലാഹ്, ഞങ്ങളിൽ മരിച്ച മുഴുവൻ ആളുകളെ ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്.